ഈ വർഷത്തെ കൂറ്റനാട് ദേശോത്സവം ഫെബ്രുവരി 5, 6 തീയതികളിൽ ആഘോഷിക്കും. ദേശോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സ്വാഗത സംഘം രൂപീകരിച്ചു. ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് കൂറ്റനാട് നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, ചാലിശ്ശേരി പഞ്ചായത്ത് മെമ്പർ ഷിൽജ ഫാത്തിമ, കേരള വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി മഹിമ സിദ്ദിഖ് തുടങ്ങിയവരും ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും 28 ഉപകമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുള്ളവരും പങ്കെടുത്തു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടനെ സ്വാഗത സംഘം ചെയർമാനായി യോഗത്തിൽ തെരഞ്ഞെടുത്തു. ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി രവി കുന്നത്തിനെ കൺവീനറായും, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, നാഗലശ്ശേരി പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ തുടങ്ങിയ ജനപ്രതിനിധികളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും വ്യാപാര സംഘടനാ നേതാക്കളെയും മറ്റ് പൗരപ്രമുഖരെയും കൂറ്റനാട് ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു. പല കമ്മിറ്റിക്കാരും പലതരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോസൊക്കെയാണ് പല സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ച് കാണാറുള്ളത്. പക്ഷെ ഇത്തരത്തിൽ ഇപ്രാവശ്യം അതിൽ നിന്ന് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഈ ഒരു കാഴ്ച വരാൻ അവർക്ക് തോന്നിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ട വളണ്ടിയേഴ്സിനൊക്കെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ പരിപാടി നല്ല ശാന്തമായിട്ട് തുടങ്ങി വെച്ചുകൊണ്ട് നല്ല ആഹ്ലാദിച്ച് എല്ലാ രീതിയിലും നമ്മൾ ആഘോഷിക്കേണ്ട ഒരു നേർച്ച തന്നെയാണ്. പക്ഷേ അക്രമം അതുപോലെ തന്നെ തല്ലും വഴക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ വളരെ കർശനമായിട്ട് പാലിക്കണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇന്ന് മീറ്റിംഗ് വ്യക്തമായി തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിച്ചു. കാരണം പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ ഒരു ആഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ ദുർലഭമായ കാര്യങ്ങളാണ്. ഇപ്പോൾ തിരൂർ ഉൾപ്പെടെ ആനകളിലുണ്ടായ ഒരു പ്രശ്നങ്ങൾ ജനങ്ങളെ ചിലരൊക്കെ പ്രകോപനങ്ങൾ പരമായിട്ടാണ് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയത്. ഇതിപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉത്സവങ്ങളും കാര്യങ്ങളുമെല്ലാം വളരെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രകോപനങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ആനകൾ സംബന്ധിച്ചിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ തന്നെയാണ് തീരുമാനമുള്ളത്. കൂടി നല്ല രീതിയിൽ എല്ലാവർക്കും ഇപ്പോൾ വിജയശൂട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് കാണാൻ പറ്റണം. കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം പങ്കെടുക്കണമെങ്കിൽ ബഹളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാവണം. എല്ലാം ഭംഗിയായി നടക്കാൻ നിങ്ങളുടെ ഓരോ ടീമിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.